ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു 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 എന്താ പറയുക, ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള ഒരു ആക്ഷേപം എന്താ? കമ്മ്യൂണിസം എന്ന് പറയുന്നത്, മാർക്സിസം എന്ന് പറയുന്നത് സാമ്പത്തിക നിർണയവാദമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ന്യൂനീകരണവാദമാണ്. ചരിത്രത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നത് സമ്പദ് വ്യവസ്ഥയാണ്, അതിലെ പ്രവണതകളാണ്, അതിലെ സംഘർഷങ്ങളാണ് എന്ന സിദ്ധാന്തമാണ് മാർക്സിസം. എന്നാൽ മാർക്സിസം സാമ്പത്തിക നിർണയവാദമല്ല. 1890 ഏണസ്റ്റ് ബ്ലോക്കിന് എംഗൽസ് എഴുതിയിട്ടുള്ള വിഖ്യാതമായൊരു കത്ത് ഉണ്ട്. ആ കത്തിൽ അദ്ദേഹം ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നൊരു കാര്യം എന്താ? ചരിത്രഗതിയെ നിർണ്ണയിക്കുന്നത് ആത്യന്തികമായി ഉൽപ്പാദനവും പുനരുൽപ്പാദനവുമായ എന്ന് പറയുന്ന സാമ്പത്തിക ഘടകം തന്നെയാണ്. എന്നാൽ സമൂഹത്തിൻ്റെ ഉപരിഘടനയിലെ ഘടകങ്ങൾക്ക്, സൂപ്പർ സ്ട്രക്ചറിലെ ഘടകങ്ങൾക്ക് ഈ ചരിത്രഗതിയെ നിർണ്ണയിക്കുന്നതിൽ പങ്കുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിന് പ്രീപോണ്ടറൻസ്, മുൻതൂക്കം തന്നെ ഉണ്ടാവും എന്ന് 1890 തന്നെ എംഗൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ പോലും പലപ്പോഴും എന്ത് സംഭവിച്ചിട്ടുണ്ട് രമേശ? എന്ത്? ഇക്കണോമിക് റിഡക്ഷനിസം. പ്രശ്നങ്ങളെ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളെയും സാമ്പത്തിക മാത്രമായി ചുരുക്കിക്കെട്ടുന്ന ഒരു പ്രവണത കമ്മ്യൂണിസ്റ്റ് പ്രയോഗത്തിൽ പലപ്പോഴും സംഭവിച്ചു. അത് അബറേഷനാണ്, അത് അപവാദമാണ്, അത് നിയമമല്ല. കമ്മ്യൂണിസം അതല്ല, അതിൻ്റെ ഡീവിയേഷനാണ്. എന്നാൽ വലതുപക്ഷമാകട്ടെ അവരുടെ കൾച്ചറൽ റിഡക്ഷനിസം, എല്ലാ പ്രശ്നങ്ങളും സാംസ്കാരിക പ്രശ്നങ്ങളായി വെട്ടിച്ചുരുക്കുക എന്നുള്ളത് വലതുപക്ഷത്തിന് സംഭവിക്കുന്ന ഒരു അപഭ്രംശമല്ല, ബോധപൂർവം ആസൂത്രിതമായി അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര നിലപാടാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ അധികാരമുണ്ട്, സമ്പത്തുണ്ട്, സംസ്കാരമുണ്ട്. നമ്മൾ പറയാറില്ലേ ഉള്ളവരും ഇല്ലാത്തവരും. എന്താ ഈ ഉള്ളവരും ഇല്ലാത്തവരും? ഉള്ളവരെന്ന് പറഞ്ഞാൽ ആരാ? എന്താ അവർക്കുള്ളത്? ഉള്ളവർക്ക് എന്താ ഉള്ളത്? ഉള്ളവർക്ക് അധികാരമുണ്ട്, സമ്പത്തുമുണ്ട്. ഇല്ലാത്തവർക്കോ അധികാരമില്ല, സമ്പത്തുമില്ല. എന്നാൽ സംസ്കാരം അങ്ങനെയല്ല. സംസ്കാരം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. സംസ്കാരം ഉള്ളവരും ഇല്ലാത്തവരും അങ്ങനെയില്ല. സംസ്കാരം ഉള്ള ജന്തുവാണ് മനുഷ്യൻ. ഏത് മനുഷ്യനും സംസ്കാരമുണ്ട്. അപ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും എന്ന് മനുഷ്യരെ വേർതിരിക്കുന്നത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സമ്പത്തും അധികാരവും ഉള്ളവരും ഇല്ലാത്തവരും. ഈ സമ്പത്തും അധികാരവും ഉള്ളവർ ഇല്ലാത്തവരെ അവരുടെ പിന്തുണയോടുകൂടി തങ്ങളുടെ ഈ ഉണ്മ, ഈ ഉടമാവകാശം നിലനിർത്താൻ വേണ്ടി സംസ്കാരത്തെ സമർത്ഥമായി അതിൻ്റെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഈ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഉടമകൾക്ക് ഇത് രണ്ടുമില്ലാത്ത നിസ്വവർഗത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ തങ്ങളുടെ അധികാരവും തങ്ങളുടെ ചൂഷണവും തുടരാൻ കഴിയും. അപ്പോഴാണ് സർവാധികാരം ഉണ്ടാവുന്നത്. ഇതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണത. അതുകൊണ്ട് പലപ്പോഴും ഈ ജനവിരുദ്ധ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിൻ്റെ കാര്യം എന്താ? ജനങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഭരണ നടപടികൾ എടുത്തതിൻ്റെ റെക്കോർഡുമായിട്ടല്ല, മറിച്ച് ഈ സാംസ്കാരിക പ്രശ്നങ്ങളെ, മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളെ മാറ്റിവെച്ച് സാംസ്കാരിക പ്രശ്നങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, വസ്ത്രത്തിൻ്റെ പ്രശ്നം, അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രശ്നം. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 1, 2, 3 മാസം മുമ്പാണ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശിൽ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഭരിക്കുന്ന BJP ആണ്. ആ BJPയുടെ ഇന്ത്യയിലെ നമ്പർ 2 എന്ന് പറയാവുന്ന അമിത്ഷാ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന റാലിയിൽ സംസാരിച്ചതിനെക്കുറിച്ച് പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തു വന്നു. മധ്യപ്രദേശിൻ്റെ പ്രത്യേകത എന്താ? കേരളവും മധ്യപ്രദേശും തമ്മിൽ കമ്പയർ ചെയ്താൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ, ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിൽ. ഏറ്റവും ശുചിത്വമുള്ള സ്റ്റേറ്റ് കേരളം. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ 26ാമത്തെ സ്ഥാനമാണ് ഇതിന്, മധ്യപ്രദേശിന് കേട്ടോ. അപ്പോൾ ഈ മധ്യപ്രദേശിൽ 15 കൊല്ലം ഭരിച്ച ഒരു ഭരണകക്ഷിയുടെ പതാക ഏന്തുന്ന ഒരു നേതാവ് പ്രസംഗിക്കേണ്ടത് എന്താ? ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ ശുചിത്വം, അതുപോലെ തന്നെ ശിശുമരണ നിരക്ക് കുറയ്ക്കും. ഇങ്ങനെയുള്ള അതിൻ്റെ സാധാരണ വേണ്ടത്. അതിന് അദ്ദേഹം പറഞ്ഞെന്താ? അതിനെപ്പറ്റി മിണ്ടിയിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് അടുത്ത 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കാൻ പോവുക. അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ
ഞങ്ങൾ സൗജന്യമായിട്ട് രാമദർശനത്തിന് കൊണ്ടുപോകും. മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിൻ്റെ വാഗ്ദാനം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് വാഗ്ദാനം 1 കിലോ അരി, 2 രൂപയ്ക്ക് 1 കിലോ അരി തരുന്നില്ല. പിന്നെയോ 1 കിലോ ചാണകം 2 റുപ്യ കൊടുത്ത് വാങ്ങും സർക്കാർ. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ജാതിയും മതവും തമ്മിലുള്ള ഈ മതനിരപേക്ഷതയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ജാതിയും മതവും തമ്മിലുള്ള കൂട്ടിക്കൊളുത്ത്. ജാതി എന്ന് പറയുന്നത് ഒരു യുണീക്കായിട്ടുള്ള ഫിനോമിനലാണ്, ലോകത്തിലെവിടെ ഇല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ ജാതിയെ സംബന്ധിച്ച് ഇപ്പോൾ മാർക്സും എംഗൽസും കൂടി എഴുതിയ ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ജർമ്മൻ ഐഡിയോളജി. ആ ജർമ്മൻ ഐഡിയോളജി മുതൽ മൂലധനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ മാർക്സ് എംഗൽസ് രചനകളിലെ പ്രധാനപ്പെട്ട കൃതികളിലൊക്കെ ഈ ഇന്ത്യയിലെ ജാതി എന്ന് പറയുന്ന ഈ ഫിനോമിനനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. 1853 മുതൽ 58 വരെ തുടർച്ചയായിട്ട് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം ഒരു അമേരിക്കൻ പത്രത്തിൽ ലേഖനം എഴുതുന്നു. ആ ലേഖനം പരമ്പരയിൽ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഈ ഫിനോമിനനെ പറ്റി പറയുകയും ഇന്ത്യൻ പുരോഗതിയുടെ മുഖ്യ തടസ്സം ഈ ജാതിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഈ ജാതി ഒരു പക്ഷേ ഇന്ത്യ വ്യവസായവൽക്കരിക്കപ്പെട്ടാൽ ഈ തൊഴിൽ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാതി ഇല്ലാതെയാവും എന്ന് പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നുണ്ട് മാർക്സ്. മാർക്സിൻ്റെ ഈ നിരീക്ഷണത്തെ പറ്റി ആനന്ദ് തെൽത്തുംദേ പറയുന്നത് ഈ എന്താ പറയുക ഭൗതികവാദപരമായ ചരിത്ര വീക്ഷണം, എന്താണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, എന്താണ് ചരിത്രപരമായ ഭൗതികവാദം. ഈ ചരിത്രപരമായ ഭൗതികവാദത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്തല്ല ജാതി എന്ന് മാർക്സിൻ്റെ ഈ നിരീക്ഷണം ശ്രദ്ധേയമാണ് എന്ന് തെൽത്തുംദേ പറയുന്നുണ്ട്. മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള കോസാംബി പറയുന്നുണ്ട് ജാതിയെ സാധൂകരിക്കുന്നത് മതമാണ്. BTR പറയുന്നുണ്ട് ജാതിക്കെതിരായ സമരത്തിലൂടെ മാത്രമേ വർഗ ഐക്യവും സമരവും സാധിക്കൂ. ഇതാണ് ജാതിയെ സംബന്ധിച്ചുള്ള മാർക്സിസ്റ്റ് വിചാരധാരയുടെ ഒരു പാരമ്പര്യം. എന്നാൽ അംബേദ്കർ പറയുന്നത് എന്താ? അംബേദ്കർ പറഞ്ഞത് ജാതി ഒരാശയമാണ്, അത് ഒരു മനോനിലയാണ്. ജാതിയുടെ തകർച്ച ഭൗതികമായൊരു വേലിക്കെട്ടിൻ്റെ തകർച്ചയല്ല, ആശയ പരിവർത്തനമാണ്. ജാതിയെപ്പറ്റി ഇന്ത്യയിൽ ഏറ്റവും അധികം ആഴത്തിൽ ആലോചിക്കുകയും അന്വേഷിക്കുകയും പഠിക്കുകയും നിരീക്ഷണങ്ങളും നിഗമനങ്ങളിലും എത്തുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ അംബേദ്കർ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ജാതി ഒരാശയമാണ്, അത് ഒരു മനോനിലയാണ്. ജാതിയുടെ തകർച്ച ഭൗതികമായ ഒരു വേലിക്കെട്ടിൻ്റെ തകർച്ചയല്ല, ഒരു എക്സ്റ്റേണൽ അതല്ല, പിന്നെയോ ഇൻറ്റേർണലാണോ? എന്നാൽ ജാതി, ഞാൻ ചോദിക്കട്ടെ, ജാതി കേവലം ഒരാശയമാണോ? ജാതി കേവലം ഒരു മനോനിലയാണോ? ഈ ആശയമായിരിക്കുമ്പോൾ തന്നെ, മനോനിലയായിരിക്കുമ്പോൾ തന്നെ ആ ആശയത്തെയും മനോനിലയെയും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ഭൗതികാസ്പദം അതിനില്ലേ? അത് ഒരു സാംസ്കാരിക ഘടന മാത്രമാണോ, അതോ ഒരു സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ ഘടന കൂടിയാണോ? ഇനി അദ്ദേഹത്തിൻ്റെ ജാതി നിർമൂലനത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താ? അംബേദ്കർ പറഞ്ഞത് മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം ആണ് ജാതിയെ ലെജിറ്റിമൈസ് ചെയ്യുന്നത്. ഹിന്ദു മതത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങളാണ് ജാതിയെ സാധ്യമാക്കുന്നത്. ഒരു ഹിന്ദുവിന് ഈ ധർമ്മശാസ്ത്രങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ല, എന്നാൽ അവൻ ഹിന്ദു അല്ലണ്ട്. അതുകൊണ്ട് ജാതി പോണെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അനേകായിരം സുഹൃത്തുക്കളും അനുയായികളും കൂടി ബുദ്ധമതം സ്വീകരിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, ജാതിയുടെ കാരണവും പരിഹാരവും ശ്രദ്ധിക്കുക. ജാതിയുടെ കാരണവും പരിഹാരവും മതനിരപേക്ഷതയല്ല, മതമാണ്, മതം മാത്രമാണ് എന്നാണ് അംബേദ്കർ സിദ്ധാന്തിക്കുന്നത്. എന്നാൽ അനുഭവം എന്താ? അംബേദ്കറുടെ ആഹ്വാനമനുസരിച്ച് ബുദ്ധമതം സ്വീകരിച്ച മഹാരാഷ്ട്രയിലെ മഹാർ വിഭാഗത്തിൽപ്പെട്ട ദളിതരുടെ അവസ്ഥയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പഠനങ്ങളുടെ വെളിച്ചത്തിൽ അംബേദ്കറുടെ തന്നെ ഒരു ഏറ്റവും അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള
ആനന്ദ് തെൽ തുംദേ പറയുന്നുണ്ടെന്നറിയോ? ജാതിയുടെ ചങ്ങല പൊട്ടിക്കാൻ ദളിതരെ മതപരിവർത്തനം സഹായിച്ചിട്ടില്ല എന്ന്. ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ബ്രാഹ്മണിക്കൽ ഓവർലോഡ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം അംബേദ്കറിൻ്റെ, ഇതും വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരാശയമാണ്. ബ്രാഹ്മണിക്കൽ ഓവർലോഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണാധിപത്യം ഒന്നല്ല, കേവലമായ ബ്രാഹ്മണാധിപത്യമല്ല ബ്രാഹ്മണിക്കൽ ഓവർലോഡ്ഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ വർണ്ണവ്യവസ്ഥ 4 വർണ്ണങ്ങളാണല്ലോ. അതിൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വൈശ്യരാണ്, അധികാരം കയ്യിലുള്ളത് ക്ഷത്രിയരാണ്, ബ്രാഹ്മണർ സംസ്കാരത്തിൻ്റെ ആളുകൾ മാത്രമാണ്. കാരണം സംസ്കാരമാണ് ബ്രാഹ്മണരുടെ കയ്യിലുള്ളത്, മനസ്സിലായോ? അപ്പോൾ അത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ മഞ്ഞുമലയുടെ അടിമുഴുവൻ ആരുടെ കയ്യിലാണ്? ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും കയ്യിലാണ്. ഈ ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും കയ്യിൽ അവരാണ് അധികാരമുള്ളവർ, അല്ലെങ്കിൽ ഹൗസ് എന്ന് പറഞ്ഞാൽ അവരാണ്. ആ ഹൗസിൻ്റെ ഈ പൊസിഷനെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു കൾച്ചറൽ എലിമെൻറ്റ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാതി വ്യവസ്ഥയ്ക്കെതിരായ സമരത്തെ ആൻറ്റി ബ്രാഹ്മിൻ മൂവ്മെൻറ്റായി വെട്ടിച്ചുരുക്കുക എന്നത് ചരിത്രത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളാണ്, അപഭ്രംശങ്ങളാണ്, വ്യതിയാനങ്ങളാണ്, പിഴവുകളാണ്. തൃശ്ശൂർ തേക്കുംകാടുണ്ട്. തേക്കുംകാട് പണ്ട് തേക്കുംകാട് തന്നെയായിരുന്നു, ഇപ്പോൾ തേക്കില്ല, പേര് മാത്രമേ ഉള്ളൂ. പണ്ട് അക്ഷരാർത്ഥത്തിൽ തേക്കുംകാടായിരുന്നു അത്രേ. ആ തേക്കുംകാട് വെട്ടാൻ ശക്തൻ തമ്പുരാൻ തീരുമാനിച്ചു, കൊച്ചി രാജാവ്. അപ്പോൾ ഈ വടക്കുന്നാഥൻ്റെ അമ്പലത്തിലെ വെളിച്ചപ്പാട് കഴിതുള്ളി വാളൊക്കെ എടുത്ത് ഇളകിക്കൊണ്ട് ഈ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെൻ്റെ മുടിയാണ്, ജടയാണ്, തൊട്ടു പോകരുത്. എൻ്റെ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ, ശിവൻ്റെ തലയിലുള്ള മുടി ജടയാണെന്ത്, ഈ കാട് തൊടാൻ പാടുള്ളൂ. അങ്ങനെയാണോ? എന്നാൽ ഞാൻ എൻ്റെ തലയിൽ എൻ്റെ വെട്ടാന്ന് പറഞ്ഞിട്ട് രാജാവ് ഉറയിൽ നിന്ന് വാളൂരി ഈ വെളിച്ചപ്പാടിൻ്റെ തല വെട്ടി. വെളിച്ചപ്പാടിൻ്റെ കയ്യിലൊരു വാളുണ്ട് കേട്ടോ, രാജാവിൻ്റെ കയ്യിലും വാളുണ്ട്. രാജാവിൻ്റെ കയ്യിൻ്റെ വാൾ കൊണ്ട് നിഷ്പ്രയാസം തല വെട്ടാൻ പറ്റും, പക്ഷെ വെളിച്ചപ്പാടിൻ്റെ കയ്യിലുള്ള വാൾ കൊണ്ട് തല പോയിട്ട് മുട്ടി മുറിക്കാൻ പോലും പറ്റില്ല. അത് ഒരു ഒരു സ്റ്റേജ് പ്രോപ്പർട്ടി മാത്രമാണ്, ഒരു രംഗോപകരണം മാത്രം. അപ്പോൾ ഈ യഥാർത്ഥ പടവാൾ ഒളിപ്പിച്ചു വെക്കുകയും ഈ വെളിച്ചപ്പാടിൻ്റെ വാളെടുത്ത് കാണിക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയം എക്സ്പോസ് ചെയ്യാതെ, തുറന്ന് കാണിക്കാതെ, ചോദ്യം ചെയ്യാതെ ഇടതുപക്ഷത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്: സംസ്കാരമാണ് മനുഷ്യഭാഗധേയത്തിൻ്റെ ഒരേ ഒരു നിർണയ വിധികർത്താവ് എന്ന ആശയത്തെ അട്ടിമുട്ടി ചോദ്യം ചെയ്യുകയും തള്ളിക്കളയും ചെയ്യുന്ന ഒരു സങ്കല്പമാണ് മതനിരപേക്ഷത. കേരളത്തിലെ കേരള എക്സ്പീരിയൻസ് എന്താ? നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയി, എല്ലാം ശരിയെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിച്ചു. അതിന് കാരണം എന്താ? ജാതി എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഫിനോമിനല്ല, ഒരു കൾച്ചറൽ, ഇക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ആയ ഒരു സാധനമാണ്. വളരെ സങ്കീർണമായൊരു സാധനമാണ് ജാതി. അതുകൊണ്ട് ജാതി ജന്മി നാടുവാഴിത്വം എന്ന ആശയം EMS മുന്നോട്ട് വെച്ചാൽ ജാതി ജന്മി നാടുവാഴിത്വം, ജാതി ജന്മി നാടുവാഴിത്വമുണ്ട്, ബ്രിട്ടീഷ് അധീശത്വമുണ്ട്. ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരു സമരമായിട്ട് കേരളത്തിലെ ജാതിവിരുദ്ധ സമരത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് പുതിയ കേരളം പുലർന്നത് എന്ന ചരിത്ര സത്യം വിസ്മരിക്കാൻ ചില ആളുകൾ, മറച്ചു പിടിക്കാനും ഒളിച്ചു വയ്ക്കാനും ചില ആളുകൾ ആസൂത്രിതമായി ശ്രമം നടത്തുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ബുദ്ധിജീവികൾ ആസൂത്രിതമായി കേരളത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പുതിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടി നടന്ന ചരിത്രത്തിൻ്റെ സ്പെസിഫിസിറ്റി എന്താണ്, കേരളത്തിൻ്റെ സ്പെസിഫിസിറ്റി എന്ന സത്യത്തെ, യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ എന്താ പ്രശ്നം? ഇന്ന് കേരളത്തിൽ നാരായണഗുരുവിൻ്റെ കാലത്തെ ജാതിയല്ല എന്നുള്ളത് തെറ്റിദ്ധരിച്ചു പോരും. അതൊക്കെ പോയി, മല കയറിപ്പോയി. ഇത് ജാതിയല്ല, ജാതീയതയാണ്, വർഗീയതയാണ്. ജാതിയും ജാതീയതയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജാതി വെർട്ടിക്കലാണ്, വർഗീയത ഹൊറിസോണ്ടൽ. ഈ ജാതീയതയും വർഗീയതയും എങ്ങനെയാണ് ശക്തിപ്പെടുന്ന കാരണം? അതിനൊരു ഭൗതികാസ്പദമുണ്ട്, വെറുതെ ശക്തിപ്പെട്ടതല്ല. നേരത്തെ പറഞ്ഞ പോലെ ജാതിയെ നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ജന്മിത്വത്തിനെതിരായും നാടുവാഴിത്വത്തിനെതിരായും കൊളോണിയലിസത്തിനെതിരായും സമരം ചെയ്തുകൊണ്ടാണ്. ഈ ജാതീയതയെയും വർഗീയതയെയും തോൽപ്പിക്കണമെങ്കിൽ ഈ ജാതീയതയെയും വർഗീയതയെയും അതിൻ്റെ ഒരു ഭൗതിക ആസ്പദം എന്താണെന്ന് മനസ്സിലാക്കിക്കോളാം. അതെന്താ ഭൗതികാസ്പദം?
കേരളത്തിൽ കഴിഞ്ഞ 10-40 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. എന്താ മാറ്റം? കേരളം ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റി അല്ല, ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ല. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കേരളം ഒരു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ പല ലക്ഷണങ്ങളുമുള്ളൊരു സമൂഹമാണ്. ആളുകൾ അംഗീകരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, വേറെ ആരും പറഞ്ഞായിട്ട് ഞാൻ കേൾക്കുന്നില്ല. എൻ്റെ ഒരു നിരീക്ഷണമാണ് കേരളം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ സകല ലക്ഷണങ്ങളുള്ള സമൂഹമാണ്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഇൻഡസ്ട്രി ഉണ്ട്. ആ ഇൻഡസ്ട്രി ഏതാണ്? സർവീസ് ഇൻഡസ്ട്രിയാണ്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഇൻഡസ്ട്രി ഉണ്ട്, പക്ഷേ ആ ഇൻഡസ്ട്രിയെ നയിക്കുന്നത് എന്തല്ല? ഈ സാധാരണ യന്ത്രങ്ങളല്ല, ടെക്നോളജി അല്ല, ഈ ഇൻഫർമേഷനാണ്, കമ്മ്യൂണിക്കേഷനാണ്. ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷനാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ചലനത്തിന് കാരണം. അപ്പം ഈ ഒരു സൊസൈറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ന് നോക്കിക്കോളൂ, ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ 10-30% വരുന്ന മലയാളികൾ നല്ല സമ്പന്നരാണ്. അതിലൊരു 8-10% പേര് വൻ സമ്പന്നരാണ്. അതിൽ കുറച്ചാളുകൾ, എണ്ണപ്പെടുന്ന ചില ആളുകൾ ലോക സമ്പന്നന്മാരുടെ നിലവാരത്തിൽപ്പെട്ടവരാണ്. ഈ സമ്പന്നന്മാർ ഒരു പുതിയ സമൂഹമാണ്, പുതിയ സമുദായമാണ്, പുതിയ ധനികവർഗമാണ്, പുതിയ കേരളമാണ്. ഈ പുതിയ കേരളം എന്ന് പറഞ്ഞാൽ സമത്വസുന്ദര കേരളമല്ല, തെറ്റിദ്ധരിച്ചു കൊണ്ട. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോയില്ല. അതുകൊണ്ട് പുതിയൊരു ഒരു ചൂഷകവർഗം കേരളത്തിൽ ഉയർന്നു വന്നു. ആ ചൂഷകവർഗം അവരുടെ മൂലധനം നിക്ഷേപിച്ചത് എവിടെയാണ്? കൃഷിയിലല്ല, വ്യവസായത്തിലല്ല, സർവീസ് ഇൻഡസ്ട്രിയിലാണ്. വിദ്യാഭ്യാസം, മറ്റേ ആരോഗ്യം, വിനോദം, മീഡിയ, ഹോട്ടൽ ആൻഡ് അങ്ങനെ ഉണ്ടല്ലോ, ടൂറിസം, ഇതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ പണിയെടുക്കുന്ന ജനത ആരാ? എവിടെയുള്ളവർ? ആരെങ്കിലും അവർ കാണാറുണ്ടോ? ആരെങ്കിലും അവർ അന്വേഷിക്കാറുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ട്രേഡ് യൂണിയൻ അവരെ സംഘടിപ്പിക്കുന്നുണ്ടോ? ഈയിടെ ഒരു ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് പണ്ഡിതൻ നടത്തിയ ഒരു പ്രസംഗം ഞാനിങ്ങനെ കേട്ടു. അദ്ദേഹം പറയണത് ഈ പുതിയ സർവീസ് ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന മറ്റേ ആളുകൾ പ്രോലിറ്റേറിയറ്റ് അല്ല, അദ്ദേഹം പറയുന്നത് പ്രിക്കേറിയറ്റ് എന്ന് അദ്ദേഹം പറയുന്നൊരു വാക്ക്. പ്രിക്കേറിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോലിറ്റേറിയറ്റും പ്രിക്കേറിയറ്റും. പ്രോലിറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പഴയ കാലത്തെ മാർക്സിൻ്റെയൊക്കെ കാലത്ത് രൂപം കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ വലിയ വ്യവസായങ്ങളിലെ സംഘടിത തൊഴിലാളി എന്ന അർത്ഥത്തിലാണ്. ഈ പ്രിക്കേറിയറ്റ് എന്ന് പറഞ്ഞാലോ തൊഴിലാളിയാണ്, പക്ഷെ അവർക്കെന്തില്ല? അവർ സംഘടിതരല്ല, അവർ അസംഘടിതരാണ്, അവർ അസ്ഥിരമായ തൊഴിലാളികളാണ്, അവർ അരക്ഷിതരാണ്. പ്രിക്കാരിയറ്റ്. ഈ പ്രോലിറ്റേറിയറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ പ്രോലിറ്റേറിയറ്റ് മാത്രമല്ല, ശമ്പളം മേടിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്, സാലറിയേറ്റ് ഉണ്ട്. പക്ഷേ ഈ സാലറിയേറ്റും പ്രോലിറ്റേറിയറ്റിൻ്റെയും പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടുകയും ഈ പ്രിക്കാരിയേറ്റിൻ്റെ പ്രശ്നങ്ങൾ എവിടെയും ചർച്ച ചെയ്യാതെ പോവുകയും ചെയ്യുന്ന ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട്. കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സർവീസ് ഇൻഡസ്ട്രിയിൽ നിസ്സാരമായ കൂലിക്ക് വളരെ അപമാനകരമായ സാഹചര്യത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കഥകൾ ഇല്ലേ? പണ്ട് അധ്യാപകൻ, ശമ്പളം കിട്ടാത്ത അധ്യാപകൻ ഒരു കുട്ടിയുടെ ചോറ്റുപാത്രത്തിൽ നിന്ന് ചോറ് കട്ടുണ്ട ഒരു മാഷയുടെ കഥ കാരൂർ എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ ദയനീയമാണ് ഇന്നത്തെ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഈ അധ്യാപകരുടെ സ്ഥിതി എന്നുള്ളത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇവരെ ആരെങ്കിലും സംഘടിപ്പിക്കുന്നുണ്ടോ? പ്രബുദ്ധമാണ് എന്ന് മേനി നടിക്കുന്ന നമ്മുടെ കൺമുന്നിൽ വെച്ച് നമ്മുടെ യുവതി യുവാക്കൾ, ഈ കേരളത്തിലെ ക്രീം ഓഫ് ദ സൊസൈറ്റി എന്ന് നമുക്ക് പറയാവുന്ന ഈ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾ ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ജാതീയതയും വർഗീയതയും വളർത്തിയെടുത്തത്. എന്താ ഇതിൻ്റെ രഹസ്യം? ഇപ്പോൾ ഞാൻ പറയാം, ഒരു സ്കൂള് ഒരു സ്കൂളുകൾ മിക്കതും സമുദായ സംഘടനകളാണല്ലോ. അപ്പോൾ ഒരു സമുദായ സംഘടനയുടെ സ്കൂളാണെന്ന് വിചാരിക്കുക. ആ സ്കൂളിൽ ഒരു അധ്യാപകനെ പിരിച്ചുവിട്ടു. ഈ അണ്ണയുടെ സ്കൂളിൽ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അതിനെതിരായിട്ട് സമരം സംഘടിപ്പിച്ചാൽ ആരാ വരിക? ഈ മാനേജരെ പ്രതിരോധിക്കാൻ മാനേജ്മെൻറ്റിൻ്റെ സമുദായമാണ് വരാൻ പോകുന്നത്. സമുദായത്തിനെതിരായിട്ടുള്ള ഈ പിരിച്ചുവിട്ട ആളും ഇതേ സമുദായത്തിൽപ്പെട്ട ആളാണ് കേട്ടോ. പക്ഷേ ആ പിരിച്ചുവിട്ട ആളുടെ പേരിൽ ഒരു സമുദായ ശക്തികൾ ഇളകിയിട്ട് ഇന്നവരെ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഈ പാവപ്പെട്ട തൊഴിലാളിയുടെ നെഞ്ചത്ത് കയറി നിന്ന് ധാർഷ്ട്യത്തോടുകൂടി നൃത്തം വയ്ക്കുന്ന ഈ പുതിയ മൂലധന ശക്തികളെ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി ഈ സമുദായ ശക്തികൾ മുഴുവൻ ഇളകി വരുന്നത് കാണാൻ കഴിയില്ല. ഞാൻ ധാരാളം കണ്ടിട്ടുള്ളൂ, വെറുതെ പറയണതല്ല, നല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ സാമുദായിക എങ്ങനെയാണ് ഈ സാമുദായിക ശക്തികളെ തോൽപ്പിക്കുക? ജാതീയതയും വർഗീയതയും തോൽപ്പിക്കുക എങ്ങനെയാണ്? ജാതീയത പോട്ടെ, വർഗീയത പോട്ടെ എന്ന് പറഞ്ഞ് മന്ത്രം ജപിച്ചാൽ പോവോ? ജാതീയതയും വർഗീയതയും താങ്ങി നിർത്തുന്നത് ഈ പുതിയ സമ്പന്നവർഗമാണ്, പുതിയ സാമ്പത്തിക മേഖലയാണ്. ഈ സാമ്പത്തിക മേഖലയിൽ പണിയെടുക്കുന്ന വർക്കിംഗ് ക്ലാസിൻ്റെ ഐക്യവും സമരവും വളർത്തിയെടുത്തുകൊണ്ട് ജാതീയതയ്ക്കും വർഗീയതയ്ക്കുമായ സമരത്തെ ഈ വർഗസമരവുമായി വിളക്കിച്ചേർക്കുമ്പോഴാണ്
പുതിയൊരു കേരളം വരിക? കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുക? കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും കഥ നമ്മൾ പറയണം. പക്ഷേ കയ്യൂരും കരിവള്ളും ഒരു കൊണ്ട് മാത്രം എല്ലാ കാലത്തേക്കും വയറ് നിറയെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഇന്നത്തെ ഈ കേരളത്തിലെ ഈ ചൂഷക വർഗത്തിനെതിരായിട്ട് അത് ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കാതെ ഇതിൻ്റെ ഈ പുലികളെ വാല് പിടിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ സന്ധ്യയ്ക്ക് ഈ മേനോൻ മാഷുടെയും സുകുമാരൻ മാഷുടെയും ഈ അമരസ്മരണകൾ ഇരമ്പുന്ന ഈ സന്ധ്യയ്ക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്.